Father George Varghese, Father John Kuritara, Father Varghese, Father Isaac Matiji, Father John Mattaiji, Father Prince Joseph, Father Matthew George, Father Nainan Daniel Ji. ഇന്നത്തെ ഈ പരിപാടിയുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇവിടെ എത്തിയ ഫാദർ എം.എസ്. മഹേഷ് തോമസ് ചെറിയാൻജി, ഫാദർ എം.എസ്. കരിയാരാമൻജി, ഇന്ന് ഈ പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്ത എക്യുമെനിക്കൽ ക്രിസ്തുമസ് സെലിബ്രേഷൻ കമ്മിറ്റി ഭാരവാഹികളെ, എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരന്മാരെ, സിസ്റ്റേഴ്സ്, കൊച്ചുകുട്ടികൾ, നിങ്ങളുടെ എല്ലാവരുടെയും പാതാരബിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലേക്ക് കടക്കാം. ഇന്ന് പുതുവത്സരം. എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ പുതുവത്സര ആശംസകൾ. സ്നേഹവും ശാന്തിയും സമാധാനവും ഈ പുതുവത്സരത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. കർത്താവ് നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും സഫലമാക്കി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം എനിക്ക് മുമ്പ് വെൽക്കം സ്പീച്ച് നടത്തിയ ശ്രീ പ്രസാദ് മാത്യുജി പറയുകയുണ്ടായി, ഒരു നല്ല മനുഷ്യനാവണമെങ്കിൽ ഒരു നല്ല ഈശ്വരവിശ്വാസിയാവണം. ഒരു നല്ല ഈശ്വരവിശ്വാസിക്ക് മാത്രമേ ഒരു നല്ല മനുഷ്യനാവാൻ കഴിയൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു നല്ല മനുഷ്യനാവാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം ഇന്നത്തെ ക്രിസ്തുമസ് ദിനത്തോട് അനുബന്ധിച്ച് നടത്തുന്ന ഈ പരിപാടി ലോകത്തിലെ മനുഷ്യരാശിക്ക് മുഴുവൻ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വെളിച്ചം നൽകിയ ക്രിസ്തുവിന്റെ ജനനം, ആ ഉദാത്തമായ ദൈവികതയിൽ നിന്നും മനുഷ്യപുത്രനായി അവതരിച്ച് രോഗികളുടെയും നിലാരംബരുടെയും പട്ടിണി പാവങ്ങളുടെയും ആട്ടിടയന്മാരുടെയും ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് സ്നേഹത്തിന്റെയും ശാന്തിയും ശക്തിയും നൽകി മനുഷ്യൻ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടതെന്ന് കാണിച്ചു തരികയും അല്ലെങ്കിൽ നമുക്ക് ആ വെളിച്ചം നൽകുകയും ചെയ്ത ആ ദൈവപുത്രന്റെ ജനനം ക്രിസ്തുമസായി ആഘോഷിക്കുമ്പോൾ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ത്യാഗത്തിന്റെയും സന്ദേശമാണ് ഈ ക്രിസ്തുമസ് സന്ദേശമായി നൽകുന്നത്. എനിക്ക് മുമ്പേ പ്രസംഗിച്ച അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനങ്ങൾ നിങ്ങൾക്ക് നൽകിയ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇവിടെ എത്തിയ ഫാദർ തോമസ് ചെറിയാൻജി, ആ ഫാദർ നിങ്ങൾക്ക് എല്ലാം വിളമ്പിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കലുഷിതമായ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു. നമ്മളുടെ മനസ്സിനെ ജീർണത ബാധിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ദൈവത്തിന്റെ വിശ്വാസം കൊണ്ട്, ദൈവികതയിലുള്ള വിശ്വാസം കൊണ്ട് ലഹരി പിടിച്ച ഒരു ഭക്തൻ പാപം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം നല്ലപോലെ നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾക്കധികം ബുദ്ധിമുട്ടില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയും. ശാന്തിയും സമാധാനവും സ്നേഹവും നമ്മൾക്ക് നൽകിയ ദൈവപുത്രൻ ഇന്ന് നമ്മൾ ആലോചിക്കണം. ശാന്തിയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും കാലഘട്ടത്തിലൂടെയാണോ നമ്മൾ പോകുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു അവസരമാണ്. കാരണം മോഹലോഭങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ മനസ്സിൽ.
എല്ലാം എന്റെ വക, എല്ലാം എന്റെ വക, എല്ലാം എന്റേതാകണമെന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രം മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഉത്തമ വിശ്വാസിയായി മാറാൻ കഴിയും എന്ന് നമ്മൾ ചിന്തിക്കണം. ഞായറാഴ്ച ദിവസങ്ങളിൽ അച്ഛൻ വഴക്ക് പറയുമെന്നുള്ളത് കൊണ്ട് പള്ളിയിൽ പോകുന്ന ജോസഫും, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവിടുത്തെ മൗലവി വഴക്ക് പറയുമെന്നുള്ളത് കൊണ്ട് മസ്ജിദിൽ പോകുന്ന റഹ്മാനും എങ്ങനെ നല്ല ഒരു ഈശ്വര വിശ്വാസിയാവാൻ കഴിയും? മോഹങ്ങൾ നമ്മളുടെ മനസ്സിൽ കലുഷിതമാകുമ്പോൾ, അത് നിരാശയാകുമ്പോൾ, രാത്രിയിൽ ഒന്നുറങ്ങുവാൻ പോലും കഴിയാതെ അപ്പോൾ നമ്മൾ ദൈവത്തെ വിളിക്കും. ഇന്ന് ആധുനിക കാലഘട്ടം അങ്ങനെ ദൈവത്തെ തേടി നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യത്തെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മളുടെ കുട്ടികൾക്ക്, അച്ഛൻ പറയുകയുണ്ടായി, അവരെല്ലാം ഇന്ന് ഡാൻസിന്റെ തിരക്കിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പിഞ്ചു കുട്ടികളാണ്. നമ്മളുടെ മതത്തിന്റെ മൂല്യങ്ങൾ നമ്മളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ ശ്രമിച്ചാൽ അവൻ സമൂഹത്തിന് നല്ല ഒരു മാന്യതയുള്ള മനുഷ്യനായി തീരുവാൻ കഴിയും. ഇല്ല എങ്കിൽ ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ വക്കീലോ പൈലറ്റോ ആക്കുവാൻ വേണ്ടി നമ്മുടെ കുട്ടികളെ അങ്ങനെ വളർത്തുമ്പോൾ അവൻ ഒരിക്കലും സമൂഹത്തിന് നന്മ നൽകുവാൻ പറ്റുന്ന ഒരു പുരുഷനായി തീരുകയില്ല. ആ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾക്ക് സമയമില്ല. അച്ഛനും അമ്മയും പള്ളിയിൽ പോയി ഞായറാഴ്ച ദിവസം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആയിരം ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എങ്ങനെ നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും മനസ്സമാധാനത്തോടെ? എനിക്ക് ഓർമ്മ വരുന്നത് എമ്മാനുവലിലെ എപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന എന്ന് നമ്മുടെ സഹോദരന്മാർ ഒരു ദിവസം 2 പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിക്കണമെന്നാണ്. എന്താണ് ആ പ്രാർത്ഥന? സന്ധ്യ മയങ്ങി ഇരുട്ടായി, കർത്താവേ ഞങ്ങൾക്ക് വെളിച്ചം തരണമേ. കാമക്രോധ മോഹലോഭങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് കലുഷിതമായി അതിലേക്ക് ഇരുട്ട് വ്യാപിക്കുമ്പോൾ അതിൽ നിന്നും രക്ഷ നേടാൻ ഈശ്വര വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കൂ. സഹോദരിമാരെ, ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ടിവിയും പത്രമാധ്യമങ്ങളും എടുത്തു നോക്കുമ്പോൾ നമ്മൾക്കറിയാം നമ്മളുടെ മക്കൾ ഏത് രീതിയിലാണ് പോകുന്നതെന്ന്. അവൻ സമൂഹത്തിന് ബാധ്യതയായി മാറുമ്പോൾ അച്ഛനും അമ്മയും അവന് മകന് ബാധ്യതയാകുമ്പോൾ സഹോദരിയോട് സ്നേഹമില്ലാത്ത, സഹോദരങ്ങളോട് സ്നേഹമില്ലാത്ത ആരവസ്ഥയിലൂടെ എന്തിനേറെ പറയുന്നു, ഈ അടുത്ത സമയത്ത് നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കാം. സ്വന്തം അമ്മ, ഞാൻ എങ്ങനെയാണ് ഇവിടെ പറയുന്നത് ഞാൻ ആലോചിക്കുകയാണ്, എന്നാലും പറയുകയാണ്. സ്വന്തം അമ്മ കുളിക്കുന്ന ഫോട്ടോ മൊബൈലിൽ പകർത്തി സ്വന്തം കൂട്ടുകാരന് നൽകി പൈസ മേടിച്ച് കള്ളു കുടിക്കുന്ന മക്കൾ, അച്ഛൻ അമ്മയുടെ നേരെ കാല് പൊക്കിക്കൊണ്ട് ചെല്ലുന്ന മക്കൾ, അമ്മയും അച്ഛനും ബാധ്യതയാണെന്ന് പറയുന്ന മക്കൾ. എന്താണ് ഇതിന് കാരണം? മൂല്യച്യുതിയാണ്. നമ്മളുടെ മതത്തിലെ നല്ല വിശ്വാസങ്ങൾ നമ്മളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് വരുന്ന മൂല്യച്യുതി. ക്രിസ്തുവിന്റെ മൂല്യങ്ങളാണ് ക്രിസ്ത്യൻ മാനവികതയുടെ കാതൽ. ഓരോ മനുഷ്യനും ആദരിക്കപ്പെടണമെന്നുള്ളതാണ് ക്രിസ്ത്യൻ മാനവികത. അത് പറയുക മാത്രമല്ല, നമ്മൾക്ക് കാണിച്ചു വരികയും കൂടി ആ ദൈവപുത്രൻ ചെയ്തു. എങ്ങനെയെന്നാൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് വെള്ളം ഇരന്നു വാങ്ങി കുടിക്കുവാനും, കുഷ്ഠരോഗികളെ സ്നേഹത്തോടെ തൊടുവാനും, തളർവാദം പിടിപെട്ടവനെ സ്വന്തം കരങ്ങൾ നീട്ടി എഴുന്നേൽപ്പിക്കുവാനും യേശു ക്രിസ്തു തയ്യാറായി. അത് അദ്ദേഹം നമ്മൾക്ക് കാണിച്ചു തന്നതാണെന്ന് നമ്മൾ ഓർക്കണം. എങ്ങനെയാണ് നമ്മൾ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടതെന്ന് നമ്മളെ ബോധവാന്മാരാക്കിയതാണെന്നുള്ള